ഹിന്ദു ദിനപത്രം മണിപ്പൂരിനെ കുറിച്ച് ഇന്ന് വളരെ കണ്ടൻസ്ഡ് ആയിട്ട് വളരെ കൃത്യമായ ഒരു എഡിറ്റോറിയൽ എഴുതി. ആ എഡിറ്റോറിയൽ വേറൊന്നുമല്ല, മണിപ്പൂർ എം പി, കോൺഗ്രസ് എം പി പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം, അത് സൃഷ്ടിച്ച ചലനം കണ്ടുകൊണ്ട് തന്നെയാകണം ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിന് മറുപടി പറഞ്ഞ ചർച്ചയിൽ മണിപ്പൂരിനെ കുറിച്ച് പരാമർശിച്ചു എന്ന് പറയുന്നത്. മണിപ്പൂരിൽ കാര്യങ്ങൾ നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അതിന് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പരസ്പര സഹകരണം ഉണ്ടാകണം എന്നുമൊക്കെയാണ് പരിണിതപ്രജ്ഞനും അഗാധജ്ഞാനിയും ബാലബുദ്ധിയൊന്നുമല്ലാത്ത നമ്മുടെ പ്രധാനമന്ത്രി രാജ്യസഭയിൽ പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനത്തിൽ പതിവ് പോലെ അദ്ദേഹം ഇത് പറഞ്ഞ ശേഷം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പരാമർശിച്ചത്. ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മറികടന്ന് ഭൂതകാലത്തിൻ്റെ ചരിത്രങ്ങൾ വെച്ച് ഉദാഹരിച്ചതിനെ സമപ്പെടുത്തുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതൊക്കെ ജനം തള്ളിക്കളഞ്ഞതുമാണ്. അതിൽ ഹിന്ദു ദിനപത്രം വളരെ കൃത്യമായി ഉയർത്തിയ വാദം എന്ന് പറയുന്നത്, അവിടെ നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അതൊട്ടും അവിടുത്തെ തൽസ്ഥിതിയുമായി യോജിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. ഒരു വർഷം കഴിയുമ്പോഴും അവിടെ കത്തി എരിയുക തന്നെയാണ്. 67,000-ഓളം മനുഷ്യരാണ് അത്രയും ഒരു ചെറിയ സംസ്ഥാനത്ത് ക്യാമ്പുകളിൽ കഴിയുന്നത്. പല ഭാഗങ്ങളിലും ഈ ജാതി സംഘർഷം ഉണ്ടായതോടുകൂടി ചില വിഭാഗങ്ങളിൽപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ളവർക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ സർക്കാർ സ്ഥാപനങ്ങളോ ആരോഗ്യ സ്ഥാപനങ്ങളോ ഒന്നും നടത്താൻ കഴിയാത്ത സ്ഥിതിയാണത്രേ. ഹിന്ദു എണ്ണി പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്കൂളിൽ അധ്യാപകർക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം? ഓഫീസിൽ ആ ജാതിയിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്കാർക്കും അവിടെ ചെല്ലാനുള്ള ധൈര്യമില്ലെങ്കിൽ എങ്ങനെയാണ് ആ ഓഫീസ് പ്രവർത്തിക്കുക? അപ്പോൾ ആ മനുഷ്യർ കൊല്ലപ്പെടുന്ന എണ്ണം കുറഞ്ഞുവെങ്കിലും അല്ലെങ്കിൽ അത്തരം സംഘർഷങ്ങളിപ്പോൾ കേൾക്കാനില്ലെങ്കിലും അവിടെ ഒട്ടും തീ അണഞ്ഞിട്ടില്ല. മണിപ്പൂർ എന്ന സംസ്ഥാനം 2 മേഖലകളായി തിരിഞ്ഞ് ആ മേഖലയിലേക്ക് ചെല്ലുന്നവർക്ക് ജീവഹാനി ഉണ്ടാകുമോ എന്ന് ഭയന്ന് ആരും അങ്ങോട്ട് പോകാതിരിക്കുകയും വരാതിരിക്കുകയും ചെയ്യുന്ന വളരെ ഗൗരവവും ഗുരുതരവുമായ ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിനാവശ്യമായ പരിഹാരമുണ്ടാകണം എന്നതുദ്ദേശിച്ചാണ് ഹിന്ദു വാക്ക് ദ ടോക്ക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്ത് വേണം വർത്തമാനം പറയാനെന്നോ ആണ് അതിൻ്റെ അർത്ഥം. പ്രവർത്തിക്കാതെ അത് നോർമലൈസ് ചെയ്യപ്പെടുന്നു, റെഡിയായി വരുന്നു, ഇപ്പോൾ റെഡിയാകും എന്നൊക്കെ പറയുന്നത് ഒട്ടും ആത്മാർത്ഥതയില്ലാത്തതും സത്യത്തിനും നീതിക്കും നിരക്കാത്തതുമാണെന്നാണ് ഹിന്ദു അതിൻ്റെ എഡിറ്റോറിയലിൽ കൃത്യമായി പറയുന്നത്.